മാത്രമല്ല മന്ത്രിമാര് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും, നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങളാണ് നടത്തിയത്. ഞാനൊരു മന്ത്രിയുടെ വകുപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഉണ്ടായി. അതിന് എൻ്റെ സമനില തെറ്റിയെന്നും എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ ഒരു മന്ത്രിമാരും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാരെയോ ഇതുപോലെ അധിക്ഷേപിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. അല്ല, സമരം സഭയ്ക്കകത്തും പുറത്തും നടക്കുകയാണ്. ഞങ്ങൾ പല ദിവസമായി സൂചിപ്പിക്കുന്നത് പോലെ അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയും ചെയ്യാണ്. അന്വേഷണം, വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ്. അപ്പോൾ ആ പ്രതികൾ CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ്, സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ്. സർക്കാർ തന്നെ തകർന്നു വീഴുമെന്നുള്ള സ്ഥിതിയിലേക്ക് ആ പ്രതികൾക്ക് നേരെയുള്ള അന്വേഷണം കടന്നുപോയാൽ പോകും. ആ തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഞാൻ വീണ്ടും ആവർത്തിച്ച്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതികളും, ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച പ്രധാനപ്പെട്ട പ്രതികൾ വരെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തു വരുന്നത്. ഒരു അന്വേഷണവും ഒരു തരത്തിലും നടക്കുന്നില്ല. കാരണം തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല, തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അവസാനം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞെട്ടിച്ച, കേരളത്തിന് അപമാനകരമായ ഈ ഒരു സംഭവത്തിൽ ആരോരുമില്ലാതെ, ഒരു അന്വേഷണം ഒരു സ്ഥലത്തും എത്താതെ ഇത് അവസാനിപ്പിക്കുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രതിപക്ഷം സഭയ്ക്കകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു, പക്ഷേ സർക്കാരും അതേ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ നേരിട്ടത് 5 മന്ത്രിമാരാണ്. അല്ല, അത് അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് അവർ എത്രമാത്രം പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ആ മന്ത്രിമാർ ആരോപിച്ചത് എനിക്ക് മാത്രം സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി, പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടാക്കിയില്ലെന്ന്. ഞങ്ങളെ UDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുടി സാഹിബ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ സമരം. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ ഐക്യവും ടീം UDF-നെയും കണ്ട് അസൂയ പൂണ്ടിട്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. മാത്രമല്ല മന്ത്രിമാര് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും, നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങളാണ് നടത്തിയത്. ഞാനൊരു മന്ത്രിയുടെ വകുപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഉണ്ടായി. അതിന് എൻ്റെ സമനില തെറ്റിയെന്നും എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ ഒരു മന്ത്രിമാരും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാരെയോ ഇതുപോലെ അധിക്ഷേപിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല.